അയ്യേ അയ്യേ കണ്ടാക്ക് രാവിലെ ക്യാമറ കാണിച്ചറിയാന്ന് പറഞ്ഞിട്ട് ഈ മുതുക്കിന്റെ കൂത്താട്ടം കാണാനാണ് നിങ്ങൾ വിളിച്ചോണ്ട് വന്നത്. പിന്നെ 2 പൊറോട്ടക്കും ചാറിന് ഇരിക്കുന്ന ഡിസ്കോ ഡാൻസർ. എടാ ഉള്ളത് കുലുക്കാൻ കാണുന്ന അവിടെ എനിക്കറിയാം. അണ്ണ എന്തു അണ്ണ അത്? എടാ ഡിസ്കോ എന്ന് ഞാനാ പറഞ്ഞു. ഞാനോർത്ത ഇവൻ ഈ കിളിമീന്റെ കോസ്റ്റ്യൂം ഇട്ട് ഇവിടെ വന്നിരിക്കുന്നു. നിന്നോട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ട്രാക്കെ എന്ന് വിളിക്കില്ലെന്ന്. അത് പിന്നെ കണ്ട്രാക്കെ പണ്ട് കാലം തൊട്ട് ഈ കൊള്ളത്തലവന്മാരുടെ പേര് ബോസേ എന്ന് ഞാൻ വിളിക്കാൻ മടുത്ത്. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ കണ്ട്രാക്കെന്ന് വിളിച്ചത്. നിനക്ക് എത്ര വയസ്സുണ്ടാ? ഈ ചിങ്ങം വരുമ്പോ 40. ഈ 40 വർഷം നീ നിന്റെ അച്ഛനെ അച്ഛന്ന് തന്നെ അല്ലേ വിളിച്ചത്? ഒരു വെറൈറ്റിക്ക് വേണ്ടി നിനക്ക് കളിയാന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു. ഓന്ത് വർക്കിയുടെ മോൻ വെറൈറ്റി ഉണ്ടാക്കണം. എന്റെ അച്ഛൻ ഓന്ത് വർക്ക് വിളിച്ചാണ്ടല്ലോ. ഈടാ 8ഉം 8ഉം ചെയ്യാത്ത പിള്ളേർക്ക് ഡൈനോസറിന്റെ കുഞ്ഞാന്ന് പറഞ്ഞ് ഓന്തിരെ പിടിച്ചു കൊടുത്ത നിന്റെ അച്ഛനെ ഞാൻ സാറേന്ന് വിളിക്കാടാ. ഇത്രയും നാളും നിങ്ങളെ ഞാൻ ബോസേന്നാണ് വിളിച്ചത്. ഇനി അങ്ങോട്ട് ബോസേട്ടാന്ന് വിളിക്കാം. നിന്റെ ഉയിരെടുത്ത്. മിസ്റ്റർ, ഇന്നലെ ഞാൻ നിന്നോട് മ്യൂസിയം കൊള്ളടിക്കാൻ പോയിട്ട് എന്തായി? ഞാൻ അവിടുന്ന് ഒന്നും എടുത്തില്ല ബോസ്. അതെന്താ നീ ഒന്നും എടുക്കാണ്ട് പോന്നെ? അവിടെയുള്ള ഓരോ സ്ഥലങ്ങൾക്കും 150 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. പുതിയ ഒരു സാധനം ഇല്ലായിരുന്നു ബോസ്. ആണ്ട്ര പുതിയ സാധനം ഇല്ലെന്ന് പറഞ്ഞ അവൻ ഒന്നും എടുത്തില്ല. മഹാഭാവി, നിനക്കതൊക്കെ പിറക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് ഏതെങ്കിലും ആക്രി കടക്കാരനെ കൊണ്ട് കൊടുക്കാമായിരുന്നു. ജാക്സൺ, യെസ്, ഞാൻ ഇതിനെ കൊണ്ടുവരാൻ പറഞ്ഞ നാഗമാണിക്കും അവിടെ. ജെനുവിൻ ക്വസ്റ്റ്യൻ. ഓക്കേ, പോക്കറ്റിലുണ്ട്. വെരി ഗുഡ്. അതിന് തരൂ. എന്നാ പിടിച്ചോ. നാഗമാണിക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞത് രാജമാണിക്കുന്ന സീനിയോട് എന്തോ എനിക്കൊന്ന് കാണണ്ട. ഞാൻ അവനെ പണ്ടേ ഉപേക്ഷിച്ച് വിട്ടേക്കണം. ജഗ്ഗു, മിസ്റ്റർ ജഗ്ഗു, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? നിന്റെ മുറിയിൽ നിന്നും പല രാത്രികളിലും പല അപശബ്ദങ്ങളും കരച്ചിലും ബഹളവും ഞാൻ കേൾക്കാറുണ്ട്. അയ്യോ, അപ്പൊ എന്റെ ഹെഡ്സെറ്റ് കംപ്ലൈന്റ്. മഴ തവളമല്ലേ, ഉച്ചയും ബഹളമൊക്കെ കേട്ടെന്നൊക്കെ ഇരിക്കും. ബോയ്സ്, Yes, ഇന്ന് uncle. നമ്മുടെ കൊള്ളസംഗീതം എടുത്തിട്ട് 5 വർഷമാകുകയാണ്. Happy birthday to you. ഈ ദിവസത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കലാപരിപാടി അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ അവതരിപ്പിക്കണം. ജഗ്ഗു മിമിക്രി. ജഗ്ഗു മിമിക്രി. ചേട്ടാ, പിള്ളേരുടെ ഒരു ഓക്കേ, ആരാധന ശാന്തരാജ്. ഓക്കേ. ഞാനൊരു ലാലേട്ടന്റെ സൗണ്ട് കേൾപ്പിക്കാം. സ്റ്റീഫൻ നെടുമ്പള്ളി, ലൂസിഫർ. ശരി ശരി. ഓക്കേ. ലൂസിഫർ. എന്റെ പകയിൽ നീ ബാങ്ക് റോബറി എന്ന കാര്യം പറഞ്ഞ ഇതാണ് കുഴിത്തറ. സമയത്തിന്റെ അതെ, അതെ, അതെ. എന്റെ പകയിൽ നീ- ഇവിടുന്ന് നമ്മള് ഞാനും കൂടെ വന്നിട്ട് ഉണ്ടാക്കിയേച്ചാ മതിയാണ് കേട്ടോ. അവിടെയാണ് പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷന്റെ കാര്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം ബോസിനെ എന്താണ് പോലീസുകാരെ കൊണ്ടുപോയി ഇടിച്ചത്? എടാ, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരുമായിരുന്നു. അവന്മാർ എന്റെ വണ്ടിക്ക് കൈ കാണിച്ചു. എന്നിട്ട് എന്നോടൊരു ചോദ്യം, വണ്ടിയിൽ എന്താന്ന്? ഞാൻ പറഞ്ഞു എന്റെ അമ്മയാണ്. അത് നിങ്ങൾക്ക് ഇടിക്കുന്നത്. എടാ, അവന്മാര് കേട്ടത് MD അമ്മയെന്ന്. ഒച്ച കീറിത്തന്നതാ. അത് പറഞ്ഞപ്പോഴാ നിന്നില്ല സംഘത്തിൽ കണ്ടില്ലല്ലോ. അത് ചോദിക്ക്. നമ്മുടെ പഞ്ചായത്ത് കുളത്തിൽ ആരാണ്ട് സോപ്പ് കലക്കുന്നുണ്ട്. അത് ആരാന്ന് അറിയാൻ വേണ്ടി ഞാൻ പൊന്തക്കാട്ടി ഒളിച്ചിരുന്ന്. കുളിച്ചീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വൃത്തികെട്ടവനെ കള്ളത്തരം പറഞ്ഞ് സംഘത്തിൽ നിന്ന് ലീവ് എടുക്കുന്നു. വൃത്തിയായിട്ടവനെ നീ കണ്ടത് കണ്ടു, ഇവിടെ വന്നു വിളമ്പി. എന്നാ പിന്നെ ഒരു വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു. ഇന്നലെ ഞാൻ ആവർത്തിക്കില്ല. പിന്നെ മിസ്റ്റർ വിക്രാന്ത്, ഇന്നലെ ഹൈജാക്ക് ചെയ്തോണ്ട് വരാൻ പറഞ്ഞ ഹെലികോപ്റ്ററോടെ നേരെ സേഫായി കൊയിലാണ്ടിൽ ഇറക്കിയിട്ടുണ്ട്. ആണ്ടടാ, കൊണ്ടുപോയി ലാൻഡ് ചെയ്യാൻ പറഞ്ഞു കൊയിലാണ്ടി കൊണ്ടിറക്കിയേക്കണ്. എടാ ജഗ്ഗു, യുവന്മാരോടൊക്കെ ഞാൻ എന്താ പറയേണ്ടത്? ബോസ്, അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എടാ ഇവിടെ വരൂ. എടാ, അവനെന്തോ കാര്യം പറഞ്ഞു. എന്താ എന്റെ പകയിൽ നീ നീയല്ലേടാ യവനൊക്കെ വിളിക്കുമ്പോ പോവുള്ളൂ. നീ അല്ലടാ പറഞ്ഞേ. എടാ ബോസടാ, സോറി. എടാ, നീ ആണെങ്കിൽ കണ്ടത് കണ്ടു, ഇവിടെ എന്തിനാടാ നീ വിളമ്പുന്നത്? ആ ഡയലോഗ് നീ ഒന്ന് പറഞ്ഞ ഇനി ഒരിക്കലും പറയരുത്. ഡയലോഗ് തീർന്നു, ഇനി നീ ഇടാ. നിനക്കെന്തോ ജോലി വേണമെന്ന് പറയില്ലായിരുന്നു? ബോസ്, എനിക്കൊരു ജോലി വേണം ബോസ്. എടാ, വല്ല വകുപ്പുണ്ടായിരുന്നു ഞാൻ വല്ല വാർക്കപ്പണിക്കും പോയേനെ. പ്രാരാബ്ധമാണ് ബോസ്, പ്രാരാബ്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ജോലിയുണ്ട് നിനക്ക് മൃഗശാലയില്. അങ്ങനെയാണെങ്കിൽ എനിക്കും വേണം. എടാ, ആദ്യം യവന് ഞാൻ ജോലി കൊടുക്കട്ടെ. മൃഗശാലയിൽ ഒരു ജിറാഫ് ഉണ്ട്. നീ അതിന്റെ കാലിലൂടെ മെല്ലെ തളപ്പിട്ട് മേളിൽ കയറി അതിന്റെ മൂക്കിൽ ചെന്ന് 4 തൊള്ളിമരുന്ന് ഇങ്ങനെ ഇറ്റിറ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്തിനാണ് ബോസ്? ആരോ പറഞ്ഞു കേട്ട് ജിറാഫിന് മൂക്കലിപ്പാണെന്ന്. ഒരു പാവപ്പെട്ട ജോലി വയ്ക്കുമ്പോ ഇങ്ങനെയാണ് പറയുന്നത്. നിനക്ക് ഞാൻ ജോലി തരാം. നിനക്ക് നാളെ തൊട്ട് പോസ്റ്റ് ഓഫീസിലാണ് ജോലി. ജോലിയാണ്. ആർക്കുമില്ല. ഞാൻ ഈ ജോലി ഇവനെ കൊടുക്കൂ. നിനക്ക് നാളെ മുതൽ പോസ്റ്റ് ഓഫീസിൽ ജോലി. രാവിലെ നീ പോസ്റ്റ് ഓഫീസിൽ ചെല്ലണം. നിനക്ക് നാക്ക് കണ്ടേ ഈ നിപ്പ് നീ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് എന്ന് പറഞ്ഞ് നിൽക്കണം. അവര് സ്റ്റാമ്പ് എടുത്ത് നിന്റെ ഉണ്ണാക്കിലോട്ട് കത്തുകൾ കൊടുത്തോളും. സ്റ്റീഫൻ പറയട്ടെ. അണ്ണാക്കിൽ ഞാൻ ഗ്രൈനേഡ് പിന്നെ പറയാം. ബോസ്, അടുത്ത റോബറിക്ക് പോകുമ്പോൾ എനിക്കൊരു ലിസ്റ്റിൽ സ്റ്റീഫനെ വേണം. ആടാ, ഞാൻ നിനക്ക് പ്രൊഡ്യൂസറിനെ കൂടി കട്ടോണ്ട് തരാം. അതല്ലാണ മറ്റേ ഈ പെണ്ണുകളിൽ ചുണ്ടത്ത് വെക്കണ സാധനം. ആണ്ടടാ, ലിഫ്റ്റിക്ക്. അങ്ങനെ പറയോ? അങ്ങനെ പറയുള്ളൂ.
പിന്നെ ബോയ്സ് Yes. നിങ്ങൾ എല്ലാരും ഇവനെ കണ്ടുപിടിക്കണം. യവന് സംഘത്തിൽ നിന്ന് 10 പൈസ കൊടുത്തില്ലേലും അവന്റെ അപ്പൂപ്പൻ അവൻ സ്വർണ്ണപ്പല്ലി മേടിച്ചു കൊടുത്തു. ആണോടാ? ദൈവദോഷം പറയരുത്. ആ കിളവൻ പല്ലിയാക്കാത്ത ഞാനെന്തോ ചെയ്ത്. അപ്പൊ അത് മഞ്ഞപ്പല്ലായിരുന്നു. എനിക്ക് നിന്നോടൊക്കെ കൂടി ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ആരാണ് സംഘത്തിൽ കിടന്ന കരടിനെ തുറന്നു വിട്ടത്? ആ കരടിനെ ആരും തുറന്നു വിട്ടല്ല, പട്ടിണിയാണെന്ന് സഹിക്കാൻ പറ്റാതെ ആ കരടി കമ്പിയുടെ ഇടവഴി ഇറങ്ങിപ്പോയതാണ് ഞാൻ കണ്ട്. അത് ശരി. എല്ലാരും വരൂ, നമുക്ക് നാളത്തെ ബാങ്ക് റോബറി പ്ലാൻ ചെയ്യാം. ഈ വിവരം നമ്മൾ 4 പേരിൽ കൊണ്ടാലും വേറെ ആരും പറയരുത്. ഈ കാണുന്ന കുഴിത്തറ അണ്ടി ഓഫീസ്. ഇതിന് പുറകിൽ ഒരു മതിലുണ്ട്, അത് നീ ചാടി കിടക്കണം. അവിടെ ഇഷ്ടം പോലെ ആൺപട്ടികളും പെൺപട്ടികളും ഉണ്ട്. പേടിക്കണ്ട, കന്നിമാസമാണ്. പട്ടികളുടെ ഡ്യൂട്ടി ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി ശ്രദ്ധിക്കും. അവിടെ നേരെ ഞങ്ങളുടെ താവളത്ത് ബോസ് എന്റെ കൂട്ടുകാരെല്ലാരും ഹായ് കൊടുത്തേ. എന്താ വിക്രമ പരിപാടി? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയതാ. ബോസ് എന്റെ ലൈവില് കേരള പോലീസ് ഹൈഡാ വരുവാടാന്നിട്ട് ഒരു ഹായ് കൊടുത്തേ. വലതുകാലം മുമ്പോട്ട് വയ്ക്കൂ, വെച്ചു. ഇടതുകാലം പുറകോട്ട് വയ്ക്കൂ. തള്ളിക്കോളൂ, ഇപ്പൊ വരൂടാ. എന്റെ പകയിൽ നീ നീറിയൊടുങ്ങുമ്പോൾ എടാ, ഭ്രാന്താ, വാ.